അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു 30 സെക്കൻഡ് ഒരു ദിവസം മാറ്റിവെക്കാൻ തയ്യാറാണോ? 30 സെക്കൻഡ് മതി. 30 സെക്കൻഡ് ഒരു ദിവസം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ 1 കോടി പുണ്യമാണ് അള്ളാഹു തരുന്നത്. 30 സെക്കൻഡിന് പകരം അള്ളാഹു തരുന്നത് 1 കോടി പുണ്യമാണ്. എന്തായി പറയേണ്ടത്? വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. അതൊരു ദുആയാണ്. ആ ദുആ വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ദുആയുണ്ട്. ആ ദുആകളിൽ പെട്ട ഒരു ദുആ, അത് പറയാൻ ഒരു 30 സെക്കൻഡ് പോലും വേണ്ട. ഞാൻ 30 സെക്കൻഡ് ഇച്ചിരി കൂട്ടി പറഞ്ഞതാണ്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് മുടങ്ങാതെ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ പറഞ്ഞാൽ ആ പറഞ്ഞ ദിവസം 1 കോടി പുണ്യം. അതെന്താണ് കിട്ടുക? അത് അള്ളാഹു മാത്രം അറിയാം എന്താ തരുന്നത്. പക്ഷേ മുടങ്ങാതെ പറഞ്ഞാൽ 1 കോടി പുണ്യം അള്ളാഹു തരും. ഏതാണ് ആ ദുആ? എന്താണ് അതിൻ്റെ അർത്ഥം? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ വീഡിയോകൾക്ക് താഴെ നോക്കിയാൽ ഒരു സെക്ഷൻ കമന്റ് തന്നെ എന്താ, ഉസ്താദേ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, അവർക്ക് വേണ്ടിയൊക്കെ ദുആരക്കണേ എന്ന് ഒരുപാട് പേര് ദുആവസിയത്തുണ്ട്. അപ്പോൾ മരണപ്പെട്ട നമ്മുടെ വാപ്പ, ഉമ്മ, മാതാപിതാക്കൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ, അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട 7 കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടോ, അൽഹംദുലില്ലാ, മരണപ്പെട്ടവർ നമ്മെ കൊണ്ട് തൃപ്തിയാകും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് 7 കാര്യമെന്ന് വിശദമായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുകയാണ്. ഒരുപാട് പേര് ചോദിച്ചു, ഉസ്താദ്, ഈ മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി എങ്ങനെ നമ്മൾ സലാം പറയും? ഒരു മക്ബറയിലേക്ക് കടന്നു ചെന്നാൽ എങ്ങനെയാണ് നമ്മൾ സലാം പറയേണ്ടത്? ഒരു ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ നമ്മളോട് സുന്നത്തായിട്ട് പറഞ്ഞ ഒരു സലാമുണ്ട്. ആ സലാമിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. വീഡിയോ അവസാനം വരെ കാണണേ. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന പ്രവാചകനാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന കിതാബുകളിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഖസസുൽ അംബിയ വൽ ഔലിയ എന്ന് പറഞ്ഞ് ഞാനൊക്കെ ദർസിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ലൈബ്രറിയിൽ ആ ഒരു കിതാബിന്റെ പരിഭാഷ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓരോ പ്രവാചകന്മാരുടെയും ഔലിയാക്കന്മാരുടെയൊക്കെ കഥകളാണ്. ചെറിയ കുട്ടികൾക്ക് അതൊക്കെ വായിക്കാൻ അന്നത്തെ കാലത്ത്, അന്നിപ്പോ ഇന്നത്തെ ദർസുകളിൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, പക്ഷെ പണ്ടുള്ള ദർസുകളിൽ ഒട്ടും തന്നെ ഇല്ലായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. കർശനമായ ഉസ്താദുമാർ ഭയങ്കര നിർദ്ദേശങ്ങളായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ കാര്യത്തിൽ. മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആധുനിക സംവിധാനങ്ങളൊക്കെ മാറി വരുന്നു. കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പോൾ പല ദർസുകളിലും മൊബൈലൊക്കെ അനുവദിച്ചു വരുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. അപ്പൊ ഈ മൊബൈലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കല. പ്രത്യേകിച്ച് ഈ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ, ഔലിയാക്കന്മാരുടെ, അതുപോലെ സ്വാലിഹീങ്ങളുടെ ഒക്കെ രസകരമായ ഒരുപാട് നമുക്ക് ഗുണപാഠം കിട്ടുന്ന ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽപ്പെട്ട വളരെ നമുക്ക് ഇൻട്രസ്റ്റ് ആയ, വായിക്കാൻ ഭയങ്കര ആകാംക്ഷയോടുകൂടി വായിക്കുന്ന ചരിത്രങ്ങളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു കിതാബ് അതിന്റെ പരിഭാഷ ഇങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് കണ്ട ഒരു ചരിത്രം, ചെറിയ പ്രായത്തിൽ ഏകദേശം ദർസിൽ പോയി 2-2 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചതാണ്. അത് ഞാൻ വായിച്ച് പെട്ടെന്ന് നമുക്കത് മനഃപ്പാഠമാക്കാൻ പറ്റുകയും ഞാനത് പിറ്റേന്ന് നമുക്ക് ഈ സമാജം ഉണ്ടാകും. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ജാമിയ ബദ്രി അറബി കോളേജിൽ മൂവാറ്റുപുഴ പേഴയ്ക്കാപ്പള്ളി എറണാകുളം ജില്ലയിലെ ആ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ആഴ്ചയിൽ വ്യാഴാഴ്ച മഗ്രിബിന് ശേഷം തൊട്ട് സമാജമുണ്ട്. കുട്ടികളൊക്കെ പല ബാച്ചുകളാക്കി തിരിച്ചിട്ട് പ്രസംഗം, പാട്ട്, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, പിന്നെ സംഭാഷണം, അങ്ങനെ പല പ്രബന്ധം അവതരിപ്പിക്കുക, അങ്ങനെ പല തരത്തിലുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഈ ഇൽമിന്റെ മഹത്വം എന്ന വിഷയത്തിൽ ഒരു പ്രസംഗമായിരുന്നു അന്ന് സമാജത്തിലിട്ടത്. അപ്പൊ അന്ന് ഞാൻ എൻ്റെ ദർസിൽ പറഞ്ഞ ഒരു ചെറിയ ചരിത്രമാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും ഇത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു ദിവസം ഒരു മക്ബറയിലൂടെ, ഒരുപാട് ഖബർസ്ഥാൻ, ആളുകളൊക്കെ മരിച്ചിട്ട് ഖബറടക്കിയ സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ അരികിലെത്തിയപ്പോൾ മഹാനവറുകൾ അവിടെ നിന്നു. അവിടെ നിന്ന് കുറച്ചു നേരം ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മഹാനവറുകൾ പോയി. ഭയങ്കര വിഷമത്തോടുകൂടിയാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത്. ഒരുപാട് നേരം കഴിഞ്ഞ് പിന്നെ മഹാനവറുകൾ ആ വഴിയിലൂടെ തിരിച്ചു വരുമ്പോൾ മഹാനവറുകൾ ആ ഖബറിന്റെ അടുക്കലെത്തി
പിന്നെയും ആ ഖബറിലേക്ക് നോക്കിയിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. കൂടെയുള്ള ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഖബർ നോക്കിയിട്ട് ഭയങ്കര വിഷമത്തോടു കൂടിയിരുന്നു, തിരിച്ചു വന്നപ്പോൾ ഈ ഖബർ നോക്കിയിട്ട് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു, എന്താ കാരണം? ആ സമയത്ത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഒരുപാട് അദാബുകളെ കൊണ്ട് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ഒരുപാട് ശിക്ഷ, ഒരുപാട് അദാബ് ഇയാൾ ഈ ഖബറിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ ഖബറിലേക്ക് നോക്കുമ്പോൾ അയാൾ ഭയങ്കര സന്തോഷത്തിലാണ്. സ്വർഗീയമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു താല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹുവേ, എങ്ങനെയാണ് ഈ ഒരു അത്ഭുതം നടന്നത്? എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത്? ഇദ്ദേഹം ഒരുപാട് ശിക്ഷ അനുഭവിക്കുന്ന ആളായിരുന്നു, പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ശിക്ഷയൊക്കെ മാറി, എങ്ങനെയാണ്? ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയിച്ചു കൊടുത്തു, ഈസാ നബിയെ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ ദുനിയാവിൽ ഒരുപാട് തിന്മ ചെയ്ത ആളാണ്, നന്മയൊക്കെ വളരെ കുറവ്, അതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും വീട്ടിൽ തനിച്ചായിരുന്നു. അങ്ങനെ ഈ ഭാര്യ എന്ത് ചെയ്തു? ഈ മകനെ ദർസ് പഠിപ്പിക്കാൻ വേണ്ടി, അള്ളാഹുവിനെ പറ്റി പഠിക്കാനൊക്കെയായി ഒരു ഉസ്താദിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയാക്കി, ഒരു വലിയ പണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോയാക്കി. അങ്ങനെ ആ പണ്ഡിതൻ എന്ത് ചെയ്തു? ഈ കുട്ടിയെ വിളിച്ച് അടുത്ത് ഇരുത്തിയിട്ട് പറയുകയാണ്, മോനെ, ഞാൻ പറയുന്നത് പോലെ നീ പറയണം, ഉച്ചരിക്കണം. അങ്ങനെ ആ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആ കുട്ടി ഏറ്റു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ ഖബറിലെ ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. അതായത് ഈ മനുഷ്യന്റെ കുട്ടിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് പറഞ്ഞത്. അതായത് അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ കരുണ, ആ വാക്ക് ഇയാളുടെ മകൻ പറയുമ്പോ, ഈ മകൻ അങ്ങനെ പറയാനുള്ള കാരണം, ഈ മകൻ ഉണ്ടാവാനുള്ള കാരണം ഈ പിതാവാണ്. അപ്പോ ഈ എന്റെ റഹ്മത്തിനെ പറ്റി ഈ കുട്ടി ഇങ്ങനെ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിയുടെ പിതാവിനെ ഞാൻ അദാബിലാക്കുക? അതുകൊണ്ട് ആ കുട്ടി പറഞ്ഞ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിന്റെ ബറക്കത്ത് കൊണ്ട് ആ കുട്ടിയുടെ വാപ്പയാകുന്ന ഇയാളുടെ ഖബറിൽ ഞാൻ വലിയ സമാധാനവും അയാളുടെ ശിക്ഷയൊക്കെ ഒഴിവാക്കി കൊടുത്തതാണ് നബിയെ എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹ് പറഞ്ഞു എന്നാണ്. ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റ് വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ കമന്റ് ആണ്, ഉസ്താദെ, വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, അല്ലെങ്കിൽ മക്കൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ വസിയ്യത്ത് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് മരണപ്പെട്ട നമ്മുടെ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, മരണപ്പെട്ടവർ ആരൊക്കെ ഉണ്ടോ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഇബാദത്തുകൾ, പ്രത്യേകിച്ച് 7ഓളം വരുന്ന നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ട 7 ഇബാദത്തുകളാണ് പ്രധാനമായും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, ഇദാ മാത ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ ഇദാ മാത ഇബ്നു ആദം എന്നും കാണാം, അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. അവന്റെ നിസ്കാരം, നോമ്പൊക്കെ മുറിഞ്ഞു പോകും. പിന്നെ അവനിക്ക് നിസ്കാരം, നോമ്പൊന്നുമില്ല. ഇല്ലാ മിൻ സലാസ്, 3 കാര്യം അവനിക്ക് ഉണ്ടാകും. എന്താണ്? ഒന്നാമത്തേത് സ്വദഖത്തുൻ ജാരിയ, രണ്ടാമത്തേത് ഇൽമുൻ യൻതഫിഉ ബിഹി, മൂന്നാമത്തേത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വദഖത്തുൻ ജാരിയ. ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ജാരിയായ സ്വദഖ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ പ്രതിഫലം അല്ലാഹു തആല അയാൾക്ക് ഖബറിൽ കൊടുത്തുകൊണ്ടിരിക്കും. ജാരിയായ സ്വദഖയിൽ പെട്ടതാണ് വിശുദ്ധമായ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ഖുർആൻ കൊടുക്കുക. ഒരു ഖുർആൻ വഖഫ് ചെയ്തു ഒരു ഖുർആൻ കൊടുക്കുക. ആ ഖുർആൻ എത്രമാത്രം ആളുകൾ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് ഇങ്ങനെ ഓതുന്നോ അതിനനുസരിച്ച് ഇയാളുടെ ജീവിതത്തിൽ ഇയാൾ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം കിട്ടും. അതുപോലെ പള്ളി പണിയാൻ വേണ്ടി സഹായിക്കുക, മദ്രസക്ക് വേണ്ടി സഹായിക്കുക, ദീനീ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക, അല്ലെങ്കിൽ പൊതുവായി വഴിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് എളുപ്പം ചെയ്തു കൊടുക്കുക. നമ്മുടെ മതിലൊന്ന് വളച്ചു കെട്ടിയാൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ വളരെയധികം എളുപ്പമാകുമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ
നമ്മുടെ പറമ്പിൽ നിന്നും മറ്റൊരാളുടെ പറമ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അതൊക്കെ പരോപകാരമാണ്. അത് നമുക്ക് ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ജാരിയായ സ്വതക്ക. രണ്ടാമത്തേത്, നമ്മൾ പഠിക്കുകയും അതിനനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്ത കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു അല്ലെ, നിസ്കരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോമ്പ് പിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയും പ്രതിഫലം നമുക്ക് ഖബറിൽ കിട്ടും. മൂന്നാമത്തേത്, ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ സന്താനം. ഇപ്പൊ ഈസാ നബിയുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലായത്, ആ കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ അള്ളാഹു താല ആ കുട്ടിയുടെ പിതാവിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുത്തു എന്നാണ്. അപ്പൊ അത്രമാത്രം വലിയ എഫക്റ്റീവാണ് എന്ത്, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ്. ആ മാതാപിതാക്കളുടെ ഖബർ അള്ളാഹു താല സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കും. അള്ളാഹു താല നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അള്ളാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആമീൻ. അപ്പൊ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മരണപ്പെട്ട ആളുകൾക്ക്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന, ഇനി മക്കൾ മരണപ്പെട്ടാൽ മാതാപിതാക്കളും, അങ്ങനെ ആരൊക്കെ മരണപ്പെട്ടോ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്. മാതാപിതാക്കൾ മരണപ്പെട്ടെങ്കിൽ അവർക്ക് വേണ്ടി എപ്പോഴും എല്ലാ ദിവസവും മറന്നു പോവാതെ നമ്മൾ ദുആരക്കണം. കാരണം നമ്മളാണ് മരിച്ചതെങ്കിൽ അല്ലെ, ഒരു മകൻ മരിച്ചാൽ ഉമ്മ ഒരിക്കലും പിന്നെ ജീവിതത്തിൽ ആ കുട്ടിയെ മറക്കൂല. എല്ലാ ദിവസവും ആരൊക്കെ മറന്നാലും, ചിലപ്പോൾ വാപ്പ ഉൾപ്പെടെ മറന്നുപോയിട്ടുണ്ടാകും, പക്ഷേ ഉമ്മ മറക്കില്ല. ഉമ്മ എപ്പോഴും എൻ്റെ മോനിക്ക് വേണ്ടി ഒരു ഫാത്തിഹ, എൻ്റെ മരണപ്പെട്ട എൻ്റെ പൊന്നുമോൻ അല്ലെങ്കിൽ എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി എപ്പോഴും ഫാത്തിഹ എല്ലാ ദിവസവും മുടങ്ങാതെ ഫാത്തിഹ എങ്കിലും കുറഞ്ഞത് ഒരു ഉമ്മ ഓതിയിരിക്കുമെന്നാണ്. അതാണ് ഉമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹം. തിരിച്ച് സ്നേഹം കുറവായിരിക്കും അല്ലെ. നമ്മുടെയൊക്കെ എത്രയോ ഉമ്മമാര് വാപ്പമാരൊക്കെ മരണപ്പെട്ടു പോയി, നമ്മളൊക്കെ എല്ലാ ദിവസവും ഓതാറുണ്ടോ? ഞാനൊന്ന് ചോദിക്കട്ടെ, മരണപ്പെട്ടുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി എല്ലാ ദിവസവും മുടങ്ങാതെ യാസീൻ ഓതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതാൻ പറ്റുമോ? ഉസ്താദ് ഞാൻ ഓതുന്നുണ്ടെന്ന്, അൽഹംദുലില്ലാ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കും അല്ലാഹു എല്ലാവർക്കും ഖൈർ കൊടുക്കുമാറാവട്ടെ. അപ്പൊ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ് അല്ലെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ശുദ്ധമായ ഖുർആനിലുള്ള ദുആയാണ്. അത് മരണപ്പെട്ട മാതാപിതാക്കളാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്കൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ദുആയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ദുആരക്കുന്നതാണ്. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ദുആരുന്നില്ലെങ്കിൽ അവന്റെ ദുആ സ്വീകരിക്കില്ലെന്നാണ്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ടൊന്നും നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ദുആ ചെയ്താലോ? ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉമ്മയും വാപ്പയും അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഉമ്മയും വാപ്പയും എല്ലാവർക്കും അല്ലാഹു ഖൈർ കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഇനി ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാം. അതായത് ഒരു 30 സെക്കൻഡ് പോലും വേണ്ട ഈ ദുആ പറയാൻ. ഈ ദുആ പറഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യം എങ്കിലും നമ്മൾ ഈ ദുആ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം 1 കോടി പ്രതിഫലങ്ങൾ, 1 കോടി നന്മയാണ്, 1 കോടി നേട്ടങ്ങളാണ്, 1 കോടി പ്രതിഫലങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും വാരിക്കോരി കിട്ടും. ഏതാണ് ആ ദുആ? ഏതാണ് ആ ദുആ? വിശുദ്ധമായ ഖുർആനിലുള്ള ദുആയാണ്. ഏതാണ് ആ ദുആ? വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിന്റെ 10ാമത്തെ ആയത്താണ്. ഏതാണ് ആയത്ത്? റബ്ബനഗ്ഫിർ ലനാ വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എൻ്റെ ഉസ്താദ്, ഇത് എന്തോ വലിയ ദുആയാണല്ലോ. വളരെ ചെറിയ ദുആയാണ്. ഇതെല്ലാ വെള്ളിയാഴ്ചയും ഹത്തീബ് ഉസ്താദുമാര് മിമ്പറിൽ വെച്ച് പറയുന്ന ഒരു ദുആയാണിത്. ഈ ദുആ പറയാതെ ഒരു മിമ്പറിൽ നിന്നും ഒരു ഹത്തീബ് ഇറങ്ങൂല. എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന ആദ്യത്തെ മനുഷ്യൻ, ആദ്യത്തെ പ്രവാചകൻ, ആദ്യത്തെ മുഅ്മിൻ, ആ മഹാനായ ആദം നബി തൊട്ട് ലോക അവസാനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് മരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് വേണം. ഞാൻ 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ അത്ര സമയം ആയാലോ, ഒരു 15 സെക്കൻഡ് മതി.
ഈ ഒരു ദുആ പറയാൻ. അപ്പൊ ഈ ദുആ നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് കിട്ടുന്നത് 1 കോടി പുണ്യമാണ്. അല്ലാഹു തആല ഇത് നമുക്ക് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. ഇത് പാരായണം ചെയ്യുമ്പോൾ, ഈ ദുആ പറയുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ. നമുക്കൊന്ന് പറഞ്ഞാലോ. റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ സഹോദരിമാർ, അതായത് മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ അല്ലാ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട്, മുഅ്മിനീങ്ങളായ ആളുകളോട് ഞങ്ങളുടെ മനസ്സിൽ ഒരു വിദ്വേഷവും ഒരു പകയും നീ ഉണ്ടാക്കരുതേ അല്ലാ. ഞങ്ങളുടെ രക്ഷിതാവായ റബ്ബേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനാണ്, നീ കരുണയുള്ളവനാണ്. ഒന്നുകൂടി പറഞ്ഞാലോ ആ ദുആ. റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇതാണ് ആ ദുആ. അപ്പോൾ ഈ ദുആ മറക്കല്ലേ. ഇത് നമ്മുടെ മരണപ്പെട്ട മാതാപിതാക്കൾക്കും വേണ്ടിയുള്ളതാണ്. ആരൊക്കെ മരിച്ചുപോയോ എല്ലാവർക്കും, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും എല്ലാവർക്കും പറ്റിയ ദുആയാണ്. ഈ 30 സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഈ ദുആ പറയാൻ. അപ്പോ ഒന്നാമത്തെ കാര്യം, അവർക്ക് വേണ്ടി, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആരക്കലാണ്. രണ്ടാമത്തേത്, അവർക്ക് വേണ്ടി വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതിയിട്ട് നമ്മൾ ഹദിയ ചെയ്യലാണ്. അല്ലേ? നമ്മൾ മരണപ്പെട്ട നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമ്മൾ യാസീൻ ഓതാറുണ്ട്. അതുപോലെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഇഖ്ലാസ്, അല്ല ഫാത്തിഹ, ഇതൊക്കെ നമ്മൾ ഓതിയിട്ട്, നമ്മൾ ഓതുക മാത്രമല്ല, നമ്മളിപ്പോൾ ഇത് ഓതിയിട്ട്, ഇപ്പൊ യാസീൻ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ദുആരക്കണം. അല്ലാഹുവേ പടച്ചവനെ, എന്താ ഇതിന്റെ പ്രതിഫലം, ഞാൻ ഓതിയ സൂറത്ത് യാസീനിന്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ട എൻ്റെ ഉമ്മാക്ക് നീ കൊടുക്കണേ അല്ലാ, എൻ്റെ മരണപ്പെട്ട എൻ്റെ വാപ്പക്ക് ആ പ്രതിഫലമായി നീ കൊടുക്കണേ അല്ലാ. അങ്ങനെ നമ്മൾ ദുആ ചെയ്യുകയും കൂടി ചെയ്താൽ ഇൻഷാ അല്ലാ നമ്മൾ ഓതിയ ഖുർആൻ ആയത്തിന്റെ സൂറത്തിന്റെ പ്രതിഫലം ഒട്ടും കുറയാതെ അവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും, ഓതിയ നമുക്കും അതിന്റെ പ്രതിഫലം കിട്ടുന്നതാണ്. മൂന്നാമത്തേത്, ദിക്റുകൾ പറയുക. ദിക്റുകൾ പറഞ്ഞിട്ട് നമ്മൾ ആ ദിക്റിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മക്ക് എൻ്റെ വാപ്പക്ക് നീ കൊടുക്കണേ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മഖബറയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബറിന്റെ അരികിലേക്ക് എത്തി. എന്നിട്ട് നബി തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞു, ഒരു പച്ച ഈന്തപ്പന മടൽ കൊണ്ടുവരാൻ പറഞ്ഞു. സ്വഹാബിമാർ കൊണ്ടുവന്നു. നബി തങ്ങൾ അത് പിളർന്നിട്ട് ഖബറിന്റെ തലഭാഗത്തും കാൽഭാഗത്തും കുത്തിവെച്ചു. അപ്പൊ ചോദിച്ചു, എന്താണ് നബിയെ? ഈ ഖബറിലുള്ള ആള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, ഇയാൾ ചെയ്ത എന്തോ പാപത്തിന്റെ പേരിൽ. അപ്പോൾ ഞാൻ ഈ കുത്തിവെച്ച ഈന്തപ്പനയുടെ പച്ച ആ ഒരു മടലുണ്ടല്ലോ, ഈ പച്ച വസ്തു, ഈ ഒരു പച്ച ഈ ഈന്തപ്പന മടല്, ഇത് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നതാണ്. എല്ലാ വസ്തുക്കളും, അതായത് എല്ലാ സസ്യങ്ങളും എന്തു പറയും? അള്ളാഹുവിന് ദിക്റും സ്വലാത്തും പറയും, അള്ളാഹുവിന് ദിക്റും തസ്ബീഹും തഹ്ലീലും പറയുന്നതാണ്, തക്ബീർ പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഇദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കുമെന്നാണ്. അപ്പൊ കേവലം ഒരു ഈന്തപ്പനയുടെ മടൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് മഗ്ഫിറത്ത് കിട്ടുമെന്നും പറഞ്ഞെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല സൃഷ്ടിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ, അവൻ ദിക്ർ പറഞ്ഞിട്ട് ദുആ എന്നാൽ അല്ലാഹു തആല സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ, തഹ്ലീൽ 4444 അല്ലെങ്കിൽ 1,00,000 തഹ്ലീൽ, 2,00,000 തഹ്ലീലൊക്കെ ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട് മരണപ്പെട്ട ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി. അത് വലിയ ഖൈറായ ഒരു കാര്യമാണ്. അപ്പോൾ ദിക്റുകൾ ചൊല്ലിയിട്ട് നമ്മൾ ദുആരക്കണം. ദിക്ർ ചൊല്ലി മാത്രം പോരാ. ദിക്ർ അല്ലാഹു ഈ ദിക്റിന്റെ പ്രതിഫലം, ഈ തസ്ബീഹിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മക്ക് വാപ്പക്ക് അല്ലെങ്കിൽ എൻ്റെ മരണപ്പെട്ടു ഇന്നാലിഞ്ഞ വ്യക്തിക്ക് അവരുടെ ഖബറിലേക്ക് നീ ഇതിന്റെ പ്രതിഫലം എത്തിക്കണേ എന്ന് നമുക്ക് ദുആരക്കാം. നാലാമത്തെ കാര്യം, സ്വതക്കകൾ കൊടുക്കുക. ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അരി കൊടുക്കുന്ന പതിവ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. അരി കൊടുക്കുക, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കൊടുക്കുക. എന്തിനാ? വെറുതെ അരി കൊടുക്കലല്ല, ആ കൊടുക്കുന്ന ആ സ്വതക്കയുടെ പ്രതിഫലം അത് ആ ഖബറാളിക്ക് കിട്ടണം. അല്ലാതെ വെറുതെ മരിച്ചതിന്റെ പേരിൽ കൊടുക്കുന്നതല്ല. മരിച്ചതിന്റെ പേരിൽ കൊടുക്കുന്ന ആ അരി, അതെന്താണ്? നമ്മൾ വാങ്ങുമ്പോൾ
അള്ളാഹുവേ ഇതിൻ്റെ പ്രതിഫലം ആ മരിച്ച വ്യക്തിക്ക് നീ കൊടുക്കണേ അല്ലാ എന്ന് നമ്മൾ ദ്വാരക്കണം. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട വല്ലുമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ കമ്മല് സ്വർണ്ണമൊക്കെ എന്ത് ചെയ്യും, പള്ളിയിലേക്ക് കൊടുക്കാറുണ്ട് പല ആളുകളും. എന്തിനാ? അതിൻ്റെ പ്രതിഫലം ആ പള്ളിക്ക് കൊടുക്കുന്നതിൻ്റെ ആ സ്വതക്കയുടെ പ്രതിഫലം ഉമ്മയുടെ ഖബറിലേക്ക് കിട്ടണം. അഞ്ചാമത്തെ കാര്യം ഭക്ഷണം കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക. ദർസിൽ കുട്ടികൾ ഉണ്ടാവും, അതുപോലെ യത്തീംഖാനയിൽ കുട്ടികൾ ഉണ്ടാവും, പാവപ്പെട്ട നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരുപാട് യത്തീമക്കൾ, അഗതി, അനാഥകൾ. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് ദ്വാരക്കണം, ഇത് എൻ്റെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയണം. അപ്പോൾ അതും അതിൻ്റെ പ്രതിഫലവും നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും നമ്മൾ ഹദിയ ചെയ്താൽ അതും എത്തുന്നതാണ്. ആറാമത്തേത്, നമ്മുടെ ഉമ്മയും വാപ്പയും ഒക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ ഇഷ്ടപ്പെട്ട ചില ആളുകൾ ഉണ്ടാകും അല്ലെ, അവരവരുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട അവരുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മളും ഇഷ്ടപ്പെടുക. ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ പുറത്തിങ്ങനെ വരികയാണ്. കുതിരപ്പുറത്തിങ്ങനെ വരുന്ന സമയത്ത് ഒരു കാട്ടറബിയായ ഒരു മനുഷ്യൻ പോകുന്നു. മഹാനായ ഇബ്നു ഉമർ തങ്ങളുടെ പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അറാബിയായ ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നു. അയാൾ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ട് മഹാനവറുകൾ ധരിച്ചിരുന്ന വസ്ത്രം അത് ഊരി എങ്ങോട്ട് കൊടുത്തു? ആ അറാബിയായ മനുഷ്യന് കൊടുത്തു. മഹാനവറുകൾ ധരിച്ചിരുന്ന തലപ്പാവ് ഊരിയിട്ട് ആ അറാബിയായ മനുഷ്യന് കൊടുത്തു. സാധാരണ ഒരു കാട്ടറബി നമ്മൾ പറയില്ല, അയാൾക്ക് കൊടുത്തു. മാത്രമല്ല അവസാനം പോകുന്ന സമയത്ത് സഞ്ചരിച്ചിരുന്ന ഒട്ടകം അതും മനുഷ്യന് കൊടുത്തു. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് എല്ലാ സാധനങ്ങളും അയാൾക്ക് കൊടുക്കുന്നത്? ആ സമയത്ത് ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, എൻ്റെ വാപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ വാപ്പയുടെ കൂട്ടുകാരനാണ് പോകുന്നത്. അതുകൊണ്ട് വാപ്പയുടെ വഫാത്തിന് ശേഷം അദ്ദേഹത്തെ ബഹുമാനിക്കലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടലും എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ മരണപ്പെട്ട വാപ്പയുടെ കൂട്ടുകാരുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ബന്ധുമിത്രാദികൾ, ഉമ്മയുടെ ബന്ധുമിത്രാദികൾ, അവരെയൊക്കെ നമ്മളും ഇഷ്ടപ്പെടുക, അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. അതും ആ മരണപ്പെട്ടവരോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്. ഏഴാമത്തേത്, അവരെ നമ്മൾ സിയാറത്ത് ചെയ്യുക അല്ലെ. വെള്ളിയാഴ്ച അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് പോലെ, വെള്ളിയാഴ്ച മാത്രമൊക്കെ ഉണ്ടാവും, നമുക്ക് പറ്റുന്നത് പോലെ ഉമ്മാടെ ഖബറിലേക്ക് വാപ്പാടെ ഖബറിലേക്ക് അടുക്ക് ചെന്നിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കുക, അവരോട് സലാം പറയുക. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. എങ്ങനെയാ സലാം പറയേണ്ടത് ഒന്ന് പറഞ്ഞേ. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇതാണ് സലാം. ഇതാണ് മരണപ്പെട്ടവർക്ക് വേണ്ടി പറയേണ്ട സലാം. ഇത് സ്ത്രീകൾക്കും പറയാം. സ്ത്രീകൾ ഖബറിന്റെ അടുക്കൽ വന്ന് സിയാറത്ത് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഫാത്തിഹയും അതുപോലെ യാസീനൊക്കെ ഓതിയിട്ട് പടച്ചോനെ ഇതിന്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്ക് വാപ്പാക്ക് കൊടുക്കണേന്ന് നമുക്ക് ദുആരക്കാം കേട്ടോ. അപ്പോൾ പുരുഷന്മാർ സിയാറത്ത് ചെയ്യാൻ സമയത്ത് സലാം പറയണം. നേരിട്ട് കണ്ട് ഒരു ഉമ്മ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ആ ഉമ്മയോട് സലാം പറയുന്നത് പോലെ. അപ്പോൾ 7 കാര്യം നമ്മൾ പഠിച്ചു അല്ലെ. 7 കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഈ 7 കാര്യം എന്തിനാണ്? മരണപ്പെട്ട ഉമ്മ, വാപ്പ, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, അവരോടൊക്കെ ആ ഒരു സ്നേഹം, ബന്ധം നമുക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. മാത്രമല്ല ഒരു ദുആ നമ്മൾ പഠിച്ചു അല്ലെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അപ്പോൾ ഈ ദുആ മറക്കണ്ട. അതുപോലെ തന്നെ സലാം പറയേണ്ടത് എങ്ങനെയാ? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഓ മരണപ്പെട്ടവരെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ, ശാന്തി ഉണ്ടാവട്ടെ, താമസിയാതെ ഞങ്ങളൊക്കെ നിങ്ങളുടെ അടുക്കൽ വരും എന്നാണ് ആ പറയുന്നതിൻ്റെ ആ ഒരു സലാമിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും ബറക്കത്തും നൽകുമാറാവട്ടെ.